അമേരിക്കയിലെ മലയാളി രുചികളൊക്കെ ട്രൈ ചെയ്യുന്ന കൂട്ടത്തിൽ നമ്മൾ ഇന്ന് ട്രൈ ചെയ്യാൻ പോണത് നാടൻ കേരള കഫേയുടെ ഭക്ഷണമാണ്. ഇവിടെയാണ് ടേക്ക് ഔട്ട് ഉള്ളത്. ന്യൂജേഴ്സിയിലെ യൂണിയൻ സിറ്റിയാണിത്. നമ്മൾക്ക് ഡെലിവറിയും അവൈലബിൾ ആണ്. ഒത്തൻറ്റിക് ആയിട്ടുള്ള കേരള ഭക്ഷണം മാത്രം മതി എന്ന് ആലോചിച്ച് പോണവർക്ക് ഈ ഒരു ഓപ്ഷൻ നല്ലതാണ്. അല്ലാതെ ഇപ്പം നമ്മൾക്ക് റെസ്റ്റോറൻറ്റിൽ ഇരുന്ന് ആ ഒരു ഫീലിലൊക്കെ ഭക്ഷണം കഴിക്കണം എന്ന് പറയുമ്പോൾ അത് പറ്റില്ല. പക്ഷേ ഇവരെങ്ങാനും തുടങ്ങുകയാണെങ്കിൽ അത് ശരിക്കും അടിപൊളിയായിരിക്കും. കാരണം ന്യൂജേഴ്സിയിൽ അങ്ങനെ പ്രോപ്പറായിട്ട് കേരള ഭക്ഷണം കിട്ടുന്ന കടകൾ കുറവാണല്ലോ, അതായത് റെസ്റ്റോറൻറ്റ്സ് കുറവാണല്ലോ. അപ്പോൾ എന്തായാലും നമ്മളിതേ ഇവിടെ കുറച്ച് സാധനങ്ങളൊക്കെയാണ് ഓർഡർ ചെയ്തിരിക്കുന്നത്. ഇവിടെ ഞാൻ ഓർഡർ ചെയ്തിരിക്കുന്നതല്ലാതെ തന്നെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ. കുഴിമന്തി വരെ ഉണ്ട്. ഞാൻ ഇതുവരെ വേറെ ഏതും കടയിലും ഇങ്ങനെ കണ്ടിട്ടില്ല കുഴിമന്തിയുടെ ഓപ്ഷനൊന്നും. പിന്നെ പൊതിച്ചോറ് പോലെ തന്നെ പൊതി ബിരിയാണിയും ഉണ്ട്. അങ്ങനെ ബാക്കി ഒരുപാട് ഐറ്റംസ് ഉണ്ട്. അതൊക്കെ നിങ്ങൾക്ക് എന്തായാലും മെനുവിൽ നോക്കിയിട്ട് കണ്ടുപിടിക്കാം. ഇപ്പം ഞങ്ങൾ ബീഫ് പൊതിച്ചോറ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ബിരിയാണി, അത് ബോൺലെസ് ചിക്കൻ ബിരിയാണിയാണ്. നമ്മുടെ കാലിക്കറ്റ് സ്റ്റൈലിലുള്ള കോഴിക്കോടൻ ബിരിയാണിയാണ്. ഞങ്ങൾ നാടൻ കേരള കഫേയുടെ ഭക്ഷണം ആദ്യമായിട്ട് ട്രൈ ചെയ്യുന്നത് ജാനൂട്ടിയുടെ ബർത്ത്ഡേക്കായിരുന്നു കേട്ടോ. അപ്പം അത് ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമായി. ശരിക്കും ആ ഒരു കേരള ഫീൽ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ അവിടെ വന്ന ആ ടൈമിൽ വന്ന ഞങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും ഒക്കെ ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം തൊട്ട് പിന്നെ ഞങ്ങൾ ഒരുപാട് തവണ ഓർഡർ ചെയ്തിട്ടുണ്ട്. ന്യൂജേഴ്സിയിൽ ഞങ്ങൾ നേരത്തെയൊക്കെ ട്രൈ ചെയ്തതിൽ വെച്ചിട്ട് ഇതാണ് ഞങ്ങൾക്ക് ബെറ്റർ ആയിട്ട് തോന്നിയത് കേരള ടേസ്റ്റിൽ. പിന്നെ ഞാൻ എൻ്റെ എല്ലാ ഫുഡ് വ്ളോഗിലും പറയണ പോലെ തന്നെ എല്ലാവരുടെയും ടേസ്റ്റ് വ്യത്യാസമായിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഓരോരുത്തരുടെ ഇഷ്ടങ്ങളും വ്യത്യാസം ഉണ്ടാവും. പിന്നെ നമ്മൾ ഓർഡർ ചെയ്തിരിക്കുന്നത് ബീഫും പൊറോട്ടയാണ്. നല്ല തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് വറുത്തിട്ടുള്ള ബീഫാണിത്. പിന്നെ നമ്മൾ പൊതിച്ചോറിൽ വെജ് പൊതിച്ചോറും കൂടിയിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം വെജും നോൺ വെജും അങ്ങനെയാണ്. അപ്പം നോൺ വെജിൽ ബീഫിൻ്റെ കൂടെ നമ്മൾക്ക് മീനും ഉണ്ടായിരുന്നു, മീൻ ഫ്രൈ. അതുപോലെ തന്നെ ബാക്കി വെജിൽ ഐറ്റംസ് ചമ്മന്തി അങ്ങനെ പിന്നെ മുട്ടയുണ്ടായിരുന്നു അതിൽ. പിന്നെ ഇതാണ് വെജ് പൊതിച്ചോറ്. അപ്പം അതിനകത്ത് പിന്നെ നമ്മളുടെ സാധാരണ ഒരു പൊതിച്ചോറിലുള്ള പോലെ തന്നെ എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു ഇതിനകത്ത്. ഇവരുടെ ഇതിൽ മെയിനായിട്ട് എടുത്തു പറയേണ്ടത് ക്വാണ്ടിറ്റി ആട്ടോ. നല്ലോണം ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു പൊതിച്ചോറിലാണെങ്കിലും. പിന്നെ ഇവിടെ നമ്മൾക്ക് കറികളുടെ കൂടെ മട്ട റൈസും കൂടെ കിട്ടുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. നമ്മൾക്ക് സാധാരണ മറ്റേ ഗ്രേവീസിൻ്റെ കൂടെയൊക്കെ വൈറ്റ് റൈസ് ആണല്ലോ വേറെ കടകളിലൊക്കെ കിട്ടുക. പക്ഷേ ഇവിടുത്തെ ഓപ്ഷനിൽ വൈറ്റ് അല്ലെങ്കിൽ മട്ട റൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഞങ്ങൾക്ക് നല്ലൊരു പുതുമയായിട്ട് തോന്നി. വേറെ മലയാളി റെസ്റ്റോറൻറ്റ്സിലൊന്നും അങ്ങനെ കണ്ടിട്ടില്ല. അപ്പം അവിടെ മട്ടേരി ഉണ്ടെങ്കിൽ അതങ്ങനെ അവിടെ വെച്ചിട്ടേ ഉണ്ടാവുള്ളൂ. ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾക്ക് കറീസിൻ്റെ കൂടെ ഓപ്ഷൻ സെലക്ട് ചെയ്യാനുള്ള അതൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ പൊതിച്ചോറിൻ്റെ കൂടെ അത് പപ്പടം ഉണ്ടായിരുന്നു. അതുപോലെ നമ്മൾക്ക് പായസം ഉണ്ടായിരുന്നു, പാലടയുടെ പായസം. പിന്നെ സാമ്പാർ, പുളിശ്ശേരി, അതെല്ലാം സെപ്പറേറ്റ് കണ്ടെയ്നറിലാക്കിയിട്ട് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഒരു തവണ അങ്കമാലി മാങ്ങാക്കറി ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അതും നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ, നല്ല മട്ടേരിയുടെ കൂടെയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നാടൻ വിഭവങ്ങളായിട്ടുള്ള കപ്പ, മീൻകറി, അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ട്. നിങ്ങൾ എത്ര പേര് ഈ ഒരു നാടൻ കേരള കഫേയുടെ ഭക്ഷണമൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതൊക്കെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഇവിടുത്തെ വേറെ ഏതെങ്കിലും മലയാളി റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഇതുവരെ പോവാത്തതാണെങ്കിൽ അതിൻ്റെയും ഡീറ്റെയിൽസൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത പ്രാവശ്യം അവിടെയൊക്കെ വിസിറ്റ് ചെയ്യാമല്ലോ. നമ്മുടെ പൊതിച്ചോറിൽ അച്ചാറുണ്ട്, ഇഞ്ചിപ്പുളി ഉണ്ട്, പിന്നെ പാവയ്ക്കയുടെ കൊണ്ടാട്ടം ഉണ്ടല്ലോ അതുണ്ട്, മുളക് കൊണ്ടാട്ടമുണ്ട്, മോരുമുളകിൻ്റെ അതുണ്ട്, പിന്നെ നല്ല ചമ്മന്തി, അതുപോലെ കൂർക്ക ഉപ്പേരി ഉണ്ട്, പിന്നെ കടല ഉണ്ടല്ലോ, കടലയുടെ ഒരു ഐറ്റം ഉണ്ട്, പിന്നെ ഒരു തോരനും കൂടി ഇട്ടുണ്ട്. അപ്പം പൊതിച്ചോറ് നല്ല അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ സാമ്പാറും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ നാടൻ കേരള കഫേയിൽ നിന്ന് ഓർഡർ ചെയ്ത ഐറ്റംസൊക്കെ. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇനി ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ കഴിക്കട്ടെ. എല്ലാവരും ഇവിടെ വെയിറ്റ് ചെയ്യുകയാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. നിങ്ങൾക്ക് ഇതുപോലെ കേരള ഭക്ഷണം കഴിക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്തായാലും ഡെലിവറി ആണല്ലോ, ഹോം ഡെലിവറി ഉണ്ട്, അല്ലെങ്കിൽ ടേക്ക് ഔട്ട് ഉണ്ട്. അപ്പോൾ വീട്ടിലിരുന്ന് സമാധാനമായിട്ട് നമ്മൾക്ക് ആസ്വദിച്ച് വീട്ടിലെ ഭക്ഷണം പോലെ തന്നെ കഴിക്കാം. പിന്നെ കേരള ഭക്ഷണം കൊതിച്ചിരിക്കുന്ന ഏതെങ്കിലും പ്രവാസി മലയാളികളൊക്കെ നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ അവർക്കും കൂടെ ഷെയർ ചെയ്യുക. അപ്പോൾ അവർക്ക് വേണമെങ്കിൽ ഇതുപോലെ ട്രൈ ചെയ്ത് കഴിക്കാമല്ലോ. അപ്പോൾ അത്രയൊക്കെയാണ് എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. ഒരുപാട് താങ്ക്സ് ഉണ്ട് എല്ലാവർക്കും ഇവിടം വരെ ക്ഷമയോടെ കണ്ടതിൽ. ബൈ.